നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഫുട്ബോൾ കണ്ടന്റിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇന്ത്യൻസ് വുമൻസ് ടീം ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദർ ഹിസ്റ്ററി ICC വുമൻസ് വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആയിരുന്നു. ഫൈനലിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കനെ തകർത്തുകൊണ്ട് നമ്മുടെ ആദ്യത്തെ വേൾഡ് കപ്പ് നേടിയിരിക്കുകയാണ് വുമൻസ് ക്രിക്കറ്റിലെ. സോ പ്രൗഡ്. ഇതിന് എല്ലാ വുമൻസ് ഫോർമാറ്റിലോട്ട് ഈ ഒരു പ്രചോദനം പകരട്ടെ. ലെറ്റസ് ഡോമിനേറ്റ് വുമൻസ് സ്പോർട്സ് ഡോമിനേറ്റ് ഇൻ ഇന്ത്യ. അല്ല, അത്രേ ഇപ്പം പറയാനായിട്ടുള്ളൂ. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണെങ്കിൽ ബാർസലോണ ഇന്നലെ 3-1 എൽച്ചെനെ തോപ്പിച്ച് റയൽ മാഡ്രിഡുമായിട്ടുള്ള പോയിന്റ്സ് ഗ്യാപ്പ് 5 തന്നെ ചുരുക്കിയിട്ടുണ്ട്. 3-1 സ്കോർ ലൈൻ കംഫർട്ടബിൾ വിക്ടറി ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും അല്ലേ. സോ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ ഇന്നലത്തെ മാച്ച് നമുക്ക് പെഡ്രി ഇല്ലായിരുന്നു. സോ കസാറോ, ഡിയോങ്, ഫെർമിൻ ലോപ്പസ് മിഡ്ഫീൽഡ് 3 ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. ഫസ്റ്റ് ഹാഫ് വൺ ഓഫ് അവർ ബെസ്റ്റ് പെർഫോമൻസ് ദിസ് സീസൺ. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്രസീവ് കൗണ്ടർ പ്രസ് ആയിരുന്നു. ബോൾ വിൻ ചെയ്യുന്ന പറഞ്ഞാൽ ഹൈ ഓഫ് ദ പിച്ചസ് നമ്മൾ ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യുന്നില്ല. ചാൻസുകൾ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ടീമിൻ്റെ വൺ ഓഫ് ദ ഇഫ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ. എന്താണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്, ചാൻസുകൾ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ കണ്ടു, നമ്മൾ പോസിറ്റീവായിട്ടാണ് മാച്ച് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ഡിയോങ് പലപ്പോഴും ഒരു നമ്പർ 10 റോൾ 8 ആൻഡ് നമ്പർ 10 അതിനിടയിലുള്ള ഒരു റോളിൽ കളിക്കുന്ന നമ്മൾ കണ്ടു അല്ലേ. ആൾ സ്പേസസിലൂടെ അറ്റാക്ക് ചെയ്യുന്നു, ഫ്രണ്ടിലോട്ട് കയറുന്നു, മൂമെൻറ്റ്സ് സെലക്ട് ചെയ്ത ആൾ ആ ബോക്സിലോട്ട് റൺസ് നടത്തുന്നു. സോ ഡിയോങ്ങിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. കസാഡോയുടെയും ഈ സീസണിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ആൻഡ് ഫെർമിൻ ലോപ്പസിൻ്റെ കാര്യം പറയേണ്ടതല്ല. ഇന്നലെ 2 അസിസ്റ്റും കിട്ടി, കൂടാതെ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഫെർമിൻ ലോപ്പസിൻ്റെ ഇന്നലെ പിച്ചിൽ. പക്ഷേ നമ്മുടെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നത് യമാൽ ത്രൂ ആണ്. ഇപ്പം എന്നെ ലെനോനിക്ക് നവംബർ എന്നൊക്കെയുള്ള രീതിയിൽ ട്രോളൊക്കെ ആയിട്ട് ഇറങ്ങി. യമാൽ ആദ്യത്തെ മിനിറ്റുകളിൽ യമാൽ അങ്ങോട്ട് 5 മിനിറ്റ് യമാൽ സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ആളുടെ സ്കിൽസ് വരുന്നു, ബോൾ ഡിമാൻഡ് ചെയ്യുന്നു, മൂവ്മെൻറ്റ്സ് നടത്തുന്നു. ഓക്കെ, യമാൽ ഈസ് ബാക്ക് എന്നൊരു ഫീൽ. അതിനുശേഷം ആ ഗോളും വരുന്ന സിനാരി നമ്മൾ കാണാം. ബാളിൻ്റെ ബോൾ വിൻ ചെയ്യുന്നു, ബാളിനെ അണ്ടർലാപ്പ് ചെയ്യുന്നു, റണ്ണുമായിട്ട് ആൾ കയറുന്നു. ആൾ കറക്റ്റായിട്ട് യമാലിനെ ഫൈൻഡ് ചെയ്യുന്നതാണ്. യമാലിൻ്റെ ഒരു ഫിനിഷ് 1-0 ബാർസലോണ ലീഡ് എടുക്കുകയാണ്. ഓക്കെ, യമാൽ ഈസ് ബാക്ക്, ബാർസലോണ ഈസ് ബാക്ക് എന്നുള്ളൊരു ഫീല്. പക്ഷേ പിന്നീട് കുറച്ച് നേരത്തിന് ശേഷം സെക്കൻഡ് ഗോളും വന്നു. ഓക്കെ, നമ്മൾ കണ്ടു ഫെർമിൻ ലോപ്പസ് ആ ബോൾ ഇപ്പം എറിക് ഗാർഷ്യ കൊടുത്തൊരു ബോളാണ്. അത് അവരുടെ ഡിഫൻഡർ സ്റ്റോപ്പ് ചെയ്ത് തെന്നുന്നു. ഫെർമിൻ ലോപ്പസ് പട്ടയെന്ന് പറഞ്ഞ് ചാടി വീണ ആ ബോൾ എടുക്കുന്നു. ആൾ ബോളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഫെറാൻ ടോറസിനെ ഫൈൻഡ് ചെയ്യുന്ന ഷാർക്ക് ഫിനിഷ് ചെയ്യാണ്. 2-0 ബാർസലോണ ലീഡ് എടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഫയർഡ് അപ്പ്, പംഡ് അപ്പ്. പക്ഷെ അതിനുശേഷം യമാലിനെ നമ്മൾ അധികം കണ്ടില്ല. ഈവൻ ഓൺ ദ ബോൾ ആണെങ്കിലും ഓഫ് ദ ബോൾ ആണെങ്കിലും ബോത്ത് യമാലിനെ നമ്മൾ ഇന്നലത്തെ മാച്ചിൽ അധികം പിന്നീട് കണ്ടില്ല. എനിക്ക് മേ ബി നമുക്കൊരു ആർഗ്യുമെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന അതായിരിക്കാം, ആളുടെ ആ ഒരു ഇഞ്ചറി കൺസേൺ ഉള്ളതിനാൽ തന്നെ അധികം ഇൻറ്റൻസിറ്റി പിച്ച് കൊടുക്കണ്ട എന്ന് ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ടോ, അഥവാ മാനേജ്മെൻറ്റ് ഒരു എസ്പെഷ്യലി കോച്ചിങ് സ്റ്റാഫ് ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ, അഥവാ നമ്മുടെ മെഡിക്കൽ ടീം ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ. പക്ഷെ നമുക്കറിയാം ചെൽസി മാച്ച്, അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇൻറ്റൻസിറ്റി ഇല്ലാതെ പറ്റത്തില്ല. മേ ബി നമുക്ക് അങ്ങനത്തെ മാച്ചുകൾ സെലക്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ ലൈവ് സ്ട്രീമിനിടയ്ക്കും പറഞ്ഞത് അതാണ് അല്ലേ. ചെൽസി, അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചുകൾ, അങ്ങനത്തെ മാച്ചുകൾ വരുമ്പോൾ ഓക്കെ. ഇന്നത്തെ ലൈവ് സ്ട്രീമിനിടയ്ക്ക് നമ്മളെ ഒരു ഞാനും ആണെങ്കിലും നമ്മുടെ സ്ട്രീമിലുള്ളവരൊക്കെ പറഞ്ഞതാണ്, ഇനി അഥവാ നമ്മുടെ മാനേജ്മെൻറ്റ് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടോ, യമാൽ അധികം അധികം ഇൻറ്റൻസിറ്റി കൊടുക്കാതെ ഇങ്ങനത്തെ മാച്ചുകൾ കളിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം ഇന്നലെ പലരും ആ കാര്യം പറയുന്നുണ്ടായിരുന്നു. സോ അത് ശരിയാണോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം ലാസ്റ്റ് സീസൺ നമ്മൾ കണ്ടതാണ്, ഏറ്റവും കൂടുതൽ റിക്കവറീസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻ്റർസെപ്ഷൻസും ഡ്യൂവൽസ് ഒക്കെ വിൻ ചെയ്യുന്ന കാര്യത്തിൽ യമാൽ ടോപ്പ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ യമാൽ കഴിഞ്ഞ സീസൺ യമാൽ സ്ട്രഗിൾ ചെയ്യുക. മെയിൻലി ആ ഇഞ്ചറിയുടെ ഒരു ബെനിഫിറ്റ് നമുക്ക് കൊടുക്കാം എന്നേ ഇപ്പം പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ സീസൺ മുന്നോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്നലെ യമാൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം പിന്നെ ഗെയിമിൽ കണ്ടിട്ടേ ഇല്ല. ആൻഡ് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇന്നലെ സെക്കൻഡ് ഹാഫിൽ 3-1 ആക്കിയതിന് ശേഷം നമ്മൾ കണ്ടാണ് ഫെറാൻ ടോറസ് ഒരു ബോൾ അഗ്രസീവ്ലി വിൻ ചെയ്യുന്നു. ആൻഡ് ഈസിലി യമാലിനെ അവിടെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ യമാലിൻ്റെ ഒരു സിമ്പിൾ ചാൻസ് ആയിരുന്നു. അത് യമാൽ ടാർഗറ്റിൽ പോലും എടുക്കുന്നില്ല, അടിച്ച് വെളിയിൽ കളയുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ യമാൽ പിന്നീട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോളും ആൾ കോൺഫിഡൻ്റ് അല്ല. അത് വറിയിങ്ങാണ്. ഇപ്പം ഇൻറ്റൻസിറ്റി കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോളും ആൾ കോൺഫിഡൻ്റ് അല്ല. അത് വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ 2-0 ലീഡ് എടുക്കുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് അവരൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ഒരേ ഒരു ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്തത് അവർ ഗോളാക്കുകയും ചെയ്തു. നമ്മൾ കണ്ടു ബോൾ ഇൻ ബിഹൈൻഡ് പോകുന്നു, നമ്മുടെ ഹൈലൈൻ എക്സ്പോസ്ഡ് ആവുന്നു. ആ ടച്ച് സെൻട്രൽ ലൈന് പുറയുന്നതാണ് റാഫേമിർ റണ്ണ് നടത്തുന്നത്. റാഫേമിറിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുന്നു. അവിടെ അറോഹോ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. കമൻറ്റേറ്റേഴ്സും ഈവൻ അനാലിസിസ് ചെയ്യുന്നവരും എല്ലാം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് ഹീ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. അവിടെ അറോഹുവിന് ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് ടൈം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ റാഫേമിർ അവിടെ നിന്ന് ആ ടൈറ്റ് ആംഗിളിൽ നിന്ന് അറോഹുവിനെയും ബീറ്റ് ചെയ്ത് ഷെസ്നിനെയും ബീറ്റ് ചെയ്ത് അവിടെ നിന്ന് ഫിനിഷ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ കാണാം അറോഹോ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. പുവർ ബീറ്റ് ഓഫ് ഡിഫെൻഡിങ് ഫ്രം അറോഹോ. പക്ഷേ ആ ഒരു മോമെൻറ്റ് ഒഴിച്ച് നിർത്തിയാൽ അറോഹോ ഇന്നലെ ഏരിയയിലേക്ക് കൊള്ളായിരുന്നു. ആൾ ഡിഫൻസീവ്ലി കൊള്ളാം. എന്നാൽ ആൾ ഇന്നലത്തെ മൊമെൻറ്റ്സിലാണല്ലോ ആൾ റിക്കവറി പേസ് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ആൾ ഓൺ ദ ബോളും ഇന്നലെ അധികം മോശമല്ലായിരുന്നു.
അതുപോലെ തന്നെ എറിക് ഗാർഷ്യ അറോഹോ ആയിരുന്നു ഇന്നലെ നമുക്ക് സെൻട്രൽ ബാക്ക് ഡു. എറിക് ഗാർഷ്യ ലെഫ്റ്റ് സൈഡിൽ CB ആയിട്ട് കളിച്ചത്. എറിക് ഗാർഷ്യ വാസ് നോട്ട് ബാഡ്. എറിക് ഗാർഷ്യ ശരിക്കും ഇപ്പോഴത്തെ ടീമിൽ ആൾക്ക് എന്ത് റോൾ കൊടുത്താൽ ആൾ കുഴപ്പമില്ലാതെ കവർ ചെയ്യുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് CBയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള നമ്മുടെ പ്ലേയേഴ്സിലെ ബെസ്റ്റ് ഓപ്ഷൻ പുള്ളിയാന്ന് തോന്നുന്നുണ്ട്. എറിക് ഗാർഷ്യ വാസ് ഗുഡ് ഓവറോൾ. ആൻഡ് പിന്നെ നമ്മൾ കണ്ട 2-1 ആക്കുന്നു. ഓക്കെ, ഹാഫ് ടൈം നമ്മൾ ചാൻസ് ആഫ്റ്റർ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഫെറാൻ ടോറസിന് നമ്മൾ കണ്ടു ഒരുക്കി കൊടുത്ത ഒരു ചാൻസ്. അവിടെ ഡിയോങ് റാഷ്ഫോർഡ് ഡിയോങ്ങിനെ ഫൈൻഡ് ചെയ്യുന്നു, ഡിയോങ് ഫെറാൻ ടോറസിനെ ഫൈൻഡ് ചെയ്യുന്നു. ഫെറാൻ ടോറസ് ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. പക്ഷേ അവിടെ ഫെറാൻ ടോറസിൻ്റെ ഷോട്ട് ഇനിയാക്കിയപ്പോൾ സേവ് ചെയ്യാണ്. അവിടെ നമുക്ക് കാണാം ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ട്. പക്ഷേ എന്നാലും ഫെറാൻ ടോറസ് ഷുഡ് ഫിനിഷ് ദോസ് ചാൻസസ് അല്ലേ. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ക്ലിനിക്കലല്ല, നമ്മൾ ഇത്ര എക്സ്ട്രാ അഗ്രസീവ് ഫുട്ബോൾ കളിക്കുന്നു, ഇത്രയും ഹൈ ലൈൻ കളിക്കുന്നു, അഗ്രസീവ്ലി കൗണ്ടർ പ്രസ് ചെയ്യുന്നു. നമ്മൾ ഒപ്പോണന്റിന് ചാൻസുകൾ കൊടുക്കും. നമ്മുടെ പ്രസ് ബീറ്റ് ചെയ്താൽ നമ്മുടെ ഹൈലൈൻ എക്സ്പോസ് ആയ ഒപ്പോണന്റ് നമ്മൾ ചാൻസുകൾ കൊടുക്കും. പക്ഷേ നമ്മൾ ഒപ്പോണന്റിനെ ഔട്ട് സ്കോർ ചെയ്യണം, അതാണ് വേണ്ടത്. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നില്ല. ഒപ്പോണന്റിന് കിട്ടുന്ന ചാൻസുകൾ അവർ കൺവേർട്ട് ചെയ്യുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ഈ ഷുഡ് ഹാവ് ഡൺ ബെറ്റർ ദർ. കൂടാതെ റാഷ്ഫോർഡിനും യമാലിനും ഫസ്റ്റ് ഹാഫിൽ ചാൻസുകൾ കിട്ടുന്നു, ഫെർമിനെ ചാൻസ് കിട്ടിയിരുന്നു. ഇവരൊന്നും കൺവേർട്ട് ചെയ്യുന്നില്ല. ഡിയോങ്ങിന് ഒരു ചാൻസ് കിട്ടിയിരുന്നു, കൺവേർട്ട് നമ്മൾ ചെയ്യുന്നില്ല. സെക്കൻഡ് ഹാഫ് കൊടുക്കുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ഓക്കെ, എൽച്ചെ നമ്മളെ ത്രട്ടൺ ചെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് ഹാഫ് കണ്ട് എൽച്ചെ അല്ലായിരുന്നു, എൽച്ചെ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. എൽച്ചയുടെ മൂവ്മെന്റ്സ് വെർ ഗുഡ്. നമ്മളെ അഗ്രസീവ്ലി അവർ പ്രസ് ചെയ്യാൻ തുടങ്ങി. ഇന്നലത്തെ മാച്ചിൽ 51% പൊസഷൻ അവർക്കായിരുന്നു, 49 നമുക്ക്. ദാറ്റ് ഈസ് മാറ്റർ. പൊസഷൻ സംഭവമൊന്നും വേണ്ട. 90% പാസിംഗ് ആക്യുറസി ഉണ്ടായിരുന്നു നമ്മുടെ, വിച്ച് വാസ് ഗുഡ്. പക്ഷേ അതേ സമയത്ത് അവർക്ക് 91% ഉണ്ടായിരുന്നു. സോ അവരും പാസുകൾ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു സിനാരിയോ കണ്ടു. അവർ ബാറിൽ തട്ടിപ്പോകുന്ന 2 സിനാരിയോസ് വന്നു അല്ലേ. ഒന്നാമത്തെ കാര്യം ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, കുണ്ടെ റിയലി സ്ട്രഗിൾ ചെയ്യുവാണ്. കുണ്ടെ ഇപ്പം വളരെ മോശമാണ് ഡിഫെൻസീവിൽ. ഓക്കെ, എമാൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, ഓക്കെ അതൊരു ഫാക്ടറാണ്. പക്ഷേ എന്നാലും കുണ്ടയുടെ പൊസിഷനിങ് റിയലി വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ആ ഒരു ചാൻസ് കിട്ടിയ സിനാരിയോ. കുണ്ടയുടെ പൊസിഷനിങ് വാസ് ബാഡ്. ഈ മാച്ചിൽ നല്ല സോ ഫാർ ഈ സീസൺ. ഇവിടെ ആ സൈഡിലോട്ട് ബോൾ പോകുന്നു, അവിടെ റാഫെമർ അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കുകയാണ്. റാഫെമർ ഒരു വിങ്ങർ പോലും അല്ല, പുള്ളിക്ക് അധികം പേസ് ഉള്ള പ്ലെയറും അല്ല. പക്ഷേ പുള്ളി പലപ്പോഴും കുണ്ടേനെ ഇതിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ബാറി തട്ടിപ്പോകുന്ന ഒരു സിനാരിയോ. പിന്നീട് ലാസ്റ്റും ഇപ്പം നമുക്ക് റാഷ്ഫോർഡിൻ്റെ ആ ഗോൾ വന്നതിന് ശേഷം ഒരു സിനാരിയോ ഉണ്ടായിരുന്നു, അവരുടെ ബാറി തട്ടിപ്പോയത്. അവിടെ നിങ്ങൾക്കിപ്പം കാണാം, രക്ഷപ്പെടുമായിരുന്നു ബാർസലോണ ആ ഒരു സിനാരിയോ. പക്ഷേ അത് 3-2 ആവത്തുള്ളായിരുന്നു. പക്ഷേ എന്നാലും മോമെന്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അവിടെ റാഷ്ഫോർഡിൻ്റെ ഒരു ഗോൾ വരുന്ന സിനാരിയോ നമ്മൾ കണ്ടു. ഫെർമിൻ ലോപ്പസിൻ്റെ ഒരു കിടിലം ബോൾ റാഷ്ഫോർഡിലോട്ട് ചെല്ലുന്നു. ആൻഡ് റാഷ്ഫോർഡിൻ്റെ സൂപ്പർ ടച്ച്, റാഷ്ഫോർഡ് ആ പ്ലെയറിനെ ടേക്ക് ഓൺ ചെയ്യുന്നു. ടൈറ്റ് ടാക്കിൽ നിന്നൊരു കിടിലം ഫിനിഷ് ആയിരുന്നു. സൂപ്പറായിട്ടുള്ള ഒരു ഫിനിഷ് ആയിരുന്നു റാഷ്ഫോർഡ്, അതൊന്നും പറയാനില്ല. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും കുറച്ച് വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബോത്ത് റാഷ്ഫോർഡ് ആൻഡ് എമാലിനെയും ഓഫ് ദ ബോൾ വർക്ക് ലോഡ്. അത് ഇപ്പോഴും ഞാൻ പറയുകയാണ്, ദാറ്റ്സ് എ വറിയിങ് തിങ്. ഫെറാൻ ടോറസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ഒരു ഇഞ്ചറി മാറി വരുവാണ്. ഫെറാൻ ഇന്നലെ ഓഫ് ദ ബോൾ ബെറ്റർ ആയിരുന്നു കമ്പാരിറ്റീവ്ലി. ഇപ്പം റയൽ മാഡ്രിഡ് മാച്ചോട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിരുന്നു, കുറച്ചുകൂടെ ആൾ ഫിസിക്കലി ഓക്കെ ആവുന്നുള്ളൂ. പക്ഷേ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഫെറാൻ ടോറസ് ഷുഡിൻ ബി അവർ സ്റ്റാർട്ടിംഗ് സെൻറ്റർ ഫോർ. നമ്മൾ മേ ബി ഒരു എംബാപ്പയോ എർലിംഗ് ഹാലൻഡോ ഒക്കെ യൂറേൻ അൽവാറസോ ഒക്കെ പോലത്തെ ഒരു പ്രൊഫൈലാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇപ്പോൾ നമ്മളൊരു ചാലഞ്ച് ചെയ്യാൻ പോകുന്ന ടീമിലെ ഒരു സ്റ്റാർട്ടിംഗ് സെൻറ്റർ ഫോർവേഡ് ആവാനായിട്ടുള്ള പ്ലെയർ ആണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഫെറാൻ ടോറസ് ബ്രിങ്സ് ദാറ്റ് ഇൻറ്റൻസിറ്റി ഇൻ ടു ദ പിച്ച്. പക്ഷേ ഫെറാൻ ടോറസ് ഓഫ് ദ ബെഞ്ച് വേറൊരു പ്രൊഫൈലാണ്. ഈസ് റിയലി ഗുഡ്. ബട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെയാണ് ലെവൻഡോസ്കിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ, ലെവൻഡോസ്കി ഇന്നലെ പിച്ചിൽ ഇറങ്ങി ഓഫ് ദ ബെഞ്ച് പോസിറ്റീവായിരുന്നു. ഓൾമോ ഇഞ്ചുറി മാറി ബെഞ്ചിൽ നിന്ന് ഇറങ്ങി പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ എത്രയും പെട്ടെന്ന് ജോൺ കാർഷിയും റഫീനെയും പെഡ്രിയൊക്കെ വന്നാൽ ഇറ്റ് വിൽ ബി ഗുഡ്. സോ ഇന്നലെ പെഡ്രി പിച്ചിലില്ലായിരുന്നു, അതിൻ്റെ ഒരു കൺട്രോൾ ചില മൊമെന്റ്സ് നമ്മൾ ലാക്ക് ചെയ്യുന്ന പറയുന്നത്. പക്ഷേ പെഡ്രി ഇല്ലാതെ നമുക്ക് എങ്ങനെ കളിക്കാം എന്നുള്ളത്, ഓക്കെ ചില പൊസഷൻ സാക്രിഫൈസ് ചെയ്താലും പെഡ്രി ഇല്ലാതെ എങ്ങനെ കളിക്കാം എന്നുള്ളത് ഹാൻസി ഫ്ലിക്കിന് മേ ബി ഇന്നലത്തെ മാച്ചിൽ ആൻസർ ഫൈൻഡ് ചെയ്യാൻ സാധിച്ചാൽ ഇറ്റ്സ് പോസിറ്റീവ് ഫോർ us. കാരണം നമുക്ക് പെഡ്രീൻ ഇങ്ങനത്തെ എൽച്ചെ മാച്ച്, സെൽട്ടവിഗോ മാച്ച്, ആലവേഴ്സ് മാച്ച്, അല്ലെങ്കിൽ ലെവാൻ്റെ മാച്ചൊക്കെ വരുമ്പോഴേക്കും ഓക്കെ ഒരു 90 മിനിറ്റ്സ് പെഡ്രി നമുക്ക് പിച്ച് വേണ്ട. അഥവാ പെഡ്രി ഫറ്റീഗ്ഡ് ആണെങ്കിൽ പുള്ളീനെ ബെഞ്ച് ചെയ്യാം. കാരണം പെഡ്രി ഇല്ലാതെ നമ്മൾ ഈ സീസൺ ഒരു മാച്ച് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ പെഡ്രി മസ്റ്റാണ് നമ്മുടെ ടീമിൽ എന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് ആ ഒരു മസ്റ്റ് എല്ലാ മാച്ചിലും വേണമെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് ഹാൻസി ഫ്ലിക്ക് മാറ്റി വെക്കാനായിട്ട് ഇന്നലത്തെ മാച്ച് കൊണ്ട് സാധിച്ചാൽ ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. മാറ്റി വെക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം പുള്ളിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ, ഐ തിങ്ക് റൂണി ബർദാജ്, ഡ്രൂ ഫെർണാണ്ടസ് ഇവർക്ക് കുറച്ചുകൂടെ മിനിറ്റ്സ് കൊടുക്കാറുണ്ട്. അത് ചെയ്യുന്നില്ല. നമ്മുടെ ലൈവ് സ്ട്രീമിൻ്റെ ഇടയിലാണ്ടും നമ്മുടെ കൂടെ ഇരുന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. കാരണം ഡ്രോ ഒക്കെ കുറച്ചുകൂടെ മിനിറ്റ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. മേ ബി അത് ഹാൻസി ഫ്ലിക്ക് നോക്കേണ്ട കാര്യമാണ്. അവിടെ ചാബി അലോൺസോ എക്സാക്ട്ലി നമ്മൾ കാണുന്ന കാര്യമാണ്, പുള്ളി റൊട്ടേഷൻ പ്രോപ്പറായിട്ട് റൈറ്റ് ടൈമിൽ നടത്തുന്നത്. കാരണം ഇന്നലെ എമാലൊക്കെ ഒരു പരിധി കഴിഞ്ഞപ്പോൾ ഫറ്റീഗ്നെസ് നമുക്ക് കാണാമായിരുന്നു എമാലിൻ്റെ ഫേസിൽ. മേ ബി എമാലിനെ കുറച്ചുകൂടെ നേരത്തെ മാറ്റായിരുന്നു എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. മേ ബി ഫെർമിനെയൊക്കെ മാറ്റി ഓൾമോ വന്ന് ഫെർമിനെ വരും, അതൊരു നല്ല ചേഞ്ച് ആയിരുന്നു. മേ ബി കുറച്ചുകൂടെ റെസ്റ്റ് റാഷ്ഫോർഡിനൊക്കെ ആണെങ്കിലും കൊടുക്കുന്ന കാര്യം നമുക്ക് ആലോചിക്കുന്ന കാര്യമാണ്. സോ ഇവഞ്ച്വലി എത്തേൻ്റെ ഒരു 3-1 ഒത്തിരി വറിയിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസോ മറ്റോ ഒന്നുമല്ല. പക്ഷേ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ ക്ലിനിക്കൽ ആവുമായിരുന്നെങ്കിൽ മേ ബി ഫസ്റ്റ് ഹാഫ് തന്നെ ഗെയിം കംപ്ലീറ്റ്ലി കില്ലായേനെ അല്ലേ. പക്ഷേ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. ഒപ്പോണൻസിന് കളിയിലോട്ട് തിരിച്ചു വരാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുത്തു.
പക്ഷേ ഇവഞ്ച്വലി then കുറച്ച് ലക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ആൻഡ് ലാക്ക് ഓഫ് ക്ലിനിക്കൽ നമ്മൾ ക്ലിനിക്കൽ ആവാത്തതും ആൻഡ് അപ്പ് ഫ്രണ്ടുള്ള പ്രസിംഗ് സ്ട്രക്ചറും അതാണ് ചെറിയൊരു വറിയിങ് ആയിട്ടുള്ള കാര്യം. ബട്ട് ഫസ്റ്റ് ഹാഫ് ഇറ്റ് വാസ് ഗ്രേറ്റ്, അത് പറയാതിരിക്കാൻ വൺ ഓഫ് അവർ ബെസ്റ്റ് പെർഫോമൻസ് ഈ സീസണിൽ തന്നെ വൺ ഓഫ് അവർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ, പറയാതിരിക്കാൻ വയ്യ. അവിടുന്ന് നമ്മൾ നേരെ സിറ്റിയുടെ മാച്ചിലോട് ഒന്ന് പോരാട്ടാണ്. സിറ്റി ഇന്നലെ ബോൺമുത്തിനെ 3-1 തോപ്പിച്ച് കംഫർട്ടബിളി ജയിച്ച് വന്നിട്ടുണ്ട്. സോ സ്കോർ ലൈൻ പറയുന്നു കംഫർട്ടബിൾ ഒരു പെർഫോമൻസ് എന്ന് പറയുമെങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് മാച്ച് ഉള്ളത് പറയാമല്ലോ. ഇപ്പം ബോൺമുത്ത് ആദ്യം തന്നെ ഒരു ഗോൾ സ്കോർ ചെയ്തത് അത് ഓഫ് സൈഡ് ആയിരുന്നു. പിന്നീട് നമുക്ക് എടുത്തു പറയേണ്ട പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ആ ടെർമിനേറ്ററിനെ കുറിച്ചാണ്, എർലിംഗ് ഹാളൻഡ്. പറയാതിരിക്കാൻ വയ്യ മാൻ, ഒരു രക്ഷയില്ലാത്ത പ്ലെയർ. ഇന്നലെ 2 ഗോളാണ് ആൾ സ്കോർ. ഇപ്പം നിങ്ങൾ എർലിംഗ് ഹാളൻഡിൻ്റെ പെർഫോമൻസിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ എർലിംഗ് ഹാളൻഡ് ഡ്രോപ്പ് ചെയ്ത് ഗെയിമിന് ഇൻവോൾവ് ആവുന്നു. ഓക്കെ, ഡ്രോപ്പ് ചെയ്യുന്നു, ഗെയിമിന് ഇൻവോൾവ് ആവുന്നു. ഓക്കെ, ആള് ഓൺ ദ ബോൾ പുള്ളി മോശമായിട്ടൊരു പ്ലെയർ അല്ല, പക്ഷേ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളത് പുള്ളിയുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു ലാസ്റ്റ് കുറച്ച് സീസണായിട്ട്. പക്ഷേ അത് ഈ സീസണിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. അതിന് നമുക്ക് പെപ്പിന് മാർക്ക് കൊടുത്തേ വരും. ആൻഡ് മാഞ്ചസ്റ്റർ സിറ്റി നമുക്കറിയാം സിറ്റിയുടെ സ്ട്രെങ്ത് എന്താണ്, അവർക്ക് പ്ലെയേഴ്സ് ഉണ്ട്, മൊമെന്റ് ഓഫ് മാജിക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. സോ അവർ മേ ബി ലാസ്റ്റ് സീസണിലെ അത്രയും ഫ്രീ ഫ്ലോയിങ് അല്ല ലാസ്റ്റ് സീസണുകളിൽ അത്രയും നമ്മൾ സാധാരണ കാണാറുള്ള പോലെ അത്രയും ഡെസ്പറേറ്റ് അല്ല. ഓക്കെ, ഓഫൻസീവ് സീക്വൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെസ്പറേറ്റ് അല്ല, അവർ മൊമെന്റ്സ് റൈറ്റ് ആയിട്ട് സെലക്ട് ചെയ്യും. ആൻഡ് ചെർക്കി ആൻഡ് ഫോഡൻ അറ്റ് ദ സെയിം ടൈം പിച്ചിലുള്ളത് ഒരു ചീറ്റ് കോഡാണ്, അത് പറയാതിരിക്കാൻ പറ്റും. ചെർക്കി ഗെയിം ചേഞ്ചിങ് ആണ്. ചെർക്കിയുടെ ഇഞ്ചറി മാറി വന്നതിന് ശേഷം ആൾ മൊമെന്റ് ഓഫ് മാജിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് പക്കയാണ്. അതുകൂടെ ഫോഡനും കമ്പൈൻ ചെയ്യുന്നു, കൂടെ ഡോക്കും മാസീവ് ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഡോക്കുവിന് ഇപ്പം ടീം ഓവറോൾ വന്നിരിക്കുന്ന ഗെയിം പ്ലേയിൽ, അത് പറയാതിരിക്കാൻ വയ്യ. സോ ആ ഡോട്ട്സ് എല്ലാം ഫില്ല് ചെയ്യും. എർലിംഗ് ഹാളൻഡ് പോലത്തെ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യാൻ ഇപ്പോൾ കപ്പാസിറ്റിയുള്ള, കൂടാതെ വേൾഡ് ഫുട്ബോളിനെ ആർഗ്യുബിലി വൺ ഓഫ് ദ മോസ്റ്റ് ക്ലിനിക്കൽ പ്ലെയർ ആയിട്ടുള്ള എർലിംഗ് ഹാളൻഡ് ഫ്രണ്ടിൽ, കൂടെ ചെർക്കി ആൻഡ് ഫോഡൻ, കൂടെ ഡോക്കു, ഇവരെല്ലാം മോശമല്ലാത്ത രീതിയിൽ, അതോ ഇവരെല്ലാം നല്ല രീതിയിൽ ഓൺ ദ ബോൾ കിട്ടുമ്പോഴേക്കും കളിക്കുന്നുണ്ട്. സോ ഈ ഡോട്ട്സ് എല്ലാം ഫില്ല് ചെയ്യുമ്പോൾ ഈവൻ ദോ സിറ്റിയുടെ സ്റ്റൈൽ ഓഫ് പ്ലേ നമ്മൾ എന്തെങ്കിലുമൊക്കെ അപാകത പറഞ്ഞാലും അത് ഇവർ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അവർ നമ്പേഴ്സ് ഡിഫെൻസീവ്ലി കുറച്ചുകൂടെ എന്താ പറയുക നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ ഇഷ്യൂസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് നമ്മൾ കണ്ടു സിറ്റി നല്ലപോലെ ഓപ്പൺ ആവുന്നു, അതിലൂടെ ഞാൻ വരാം. ബട്ട് ഞാൻ പറയുന്ന ഇതാണ്, സിറ്റി ഇപ്പം ഈവൻ ദോ ഫ്ലോസ് ഉണ്ടെങ്കിലും അത് അവർ ഓവർകം ചെയ്യുന്നുണ്ട്. അതിന് ഈ ഫാക്ടേഴ്സ് എല്ലാം വലിയ കാര്യങ്ങളാണ്, നമ്മൾ ഈ പറഞ്ഞ നെയിംസ് എല്ലാം. സോ ഇന്നലെ ഫസ്റ്റ് ഗോൾ വന്ന് നിങ്ങൾ നോക്കുക, എർലിംഗ് ഹാളൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. സോ ബോൺമുത്തിൻ്റെ ഡിഫൻസിനെ അതിനോടൊപ്പം വലിപ്പിക്കുകയാണ്. ബോൺമുത്ത് പുഷ് ചെയ്യുകയാണ്. ഹാളൻഡിന് ഏക്കേഴ്സ് ഓഫ് സ്പേസ് ബിഹൈൻഡ് റൺ എടുത്താനായിട്ട് ഓപ്പൺ ആവാണ്. ആൻഡ് ഹാളൻഡ് ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നു. നിക്കോ ഗോൺസാലസ് നേരെ ചെർക്കിയിലോട്ട് ഫൈൻഡ് ചെയ്താൽ ചെർക്കിയുടെ ഹെഡർ നിങ്ങൾക്ക് കാണാം. നേരെ ഇരുന്ന ബിഹൈൻഡ് പോകണം, ഹാളൻഡ് അത് ഓടിയെടുക്കുവാണ്. ആൻഡ് ഹാളൻഡ് അവിടെ നിന്നും ഹാളൻഡിന് ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഇഷ്ടം പോലെ കാര്യങ്ങൾ ഹാളൻഡിന് അവിടെ നിന്ന് ചെയ്യാനായിട്ടുണ്ട്. ആൻഡ് ഹാളൻഡ് അവിടെ നിങ്ങൾക്ക് കാണാം ഫ്രണ്ടിലോട്ട് പോകുന്നു, പെട്രോവിച്ചിനെ ബീറ്റ് ചെയ്ത് അവിടെ ഫിനിഷ് ചെയ്യുകയാണ്. സൂപ്പർ ഫിനിഷ്. അതിനേക്കാളും സൂപ്പർ സാധനമായിരുന്നു സെക്കൻഡ് ഗോൾ. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, അവിടെ ഫോഡനിലോട്ട് ബോൾ വരുന്നു, സെനേസി പുഷ് ചെയ്യുകയാണ്, അഗ്രസീവ്ലി പുഷ് ചെയ്ത് പോകുന്നു. അവിടെ നിങ്ങൾക്ക് കാണാം ആൾ ഓഫാണ്. അവിടെ ഹാളൻഡിനോട്ട് സ്പേസ് ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ ഫസ്റ്റ് ടൈം ചെറുക്കി റിലീസ് ചെയ്യുകയാണ്. ചെറുക്കിലോട്ട് ബോൾ ചെല്ലുമ്പോൾ എർലിംഗ് ഹാളൻഡ് കിടിലനായിട്ടുള്ളൊരു ബോളായിരുന്നു. എർലിംഗ് ഹാളൻഡിലോട്ടായിരുന്നു. വീണ്ടും എർലിംഗ് ഹാളൻഡിന് കുറേ ചെയ്യാനുണ്ട്. അവിടെ പെട്രോവിച്ചിനെ ബീറ്റ് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. എർലിംഗ് ഹാളൻഡ് കുറേ അവിടുന്ന് 2 ഗോളിൽ എർലിംഗ് ഹാളൻഡ് സിമ്പിൾ അല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ആൻഡ് ഹീ ഡസ് ഇറ്റ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം, ഡോക്കു ഗെയിമിൽ ഇൻവോൾവ് ചെയ്ത 2 സിനാരിയോസ് ഉണ്ടായിരുന്നു. നമുക്ക് കാണാം ഡോക്കു നിക്കോ റേലിനെ റിലീസ് ചെയ്യുന്ന ഒരു സിനാരിയോ ഉണ്ട്. അതും ആ ടൈറ്റ് സ്പേസിൽ 4 പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് റൈറ്റ് ആയിട്ടുള്ളൊരു പാസ്, ആ ബിറ്റ്വീൻ ദ ലൈൻസിൽ കിട്ടില്ല പാസ്. അത് നമുക്ക് കാണാം നിക്കോ റേലി പോയി മിസ് ചെയ്യുവാണത്. കൂടാതെ മറ്റൊരു സൂപ്പർ ചാൻസ് കൊണ്ടാണ് എർലിംഗ് ഹാളൻഡ് ഹാട്രിക് ഫിനിഷ് ചെയ്യാണ്ട് ഡോക്കു പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, ഡ്രിബിൾ ചെയ്ത് 2-3 പ്ലേയേഴ്സിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, എർലിംഗ് ഹാളൻഡിനെ റിലീസ് ചെയ്യുന്നു. അവിടെ പെട്രോവിച്ച് ഒരു സേവ് ചെയ്യുവാണ്. മേ ബി എർലിംഗ് ഹാളൻഡ് അവിടെ ഹാട്രിക്ക് കംപ്ലീറ്റ് ചെയ്യായിരുന്നു. സോ നല്ല അവസരങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് തന്നെ. അതിനിടയ്ക്ക് ഒരു ഗോള് ഇപ്പോൾ 1-0 ആക്കിയതിന് ശേഷം ബോൺമത്ത് ഒരു ഗോൾ തിരിച്ചടിച്ചിരുന്നു. അവിടെ ഡൊണറൂമയുടെ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റുന്ന, കാരണം ഡൊണറൂമയുടെ കയ്യിൽ പിടിക്കുന്നതായിട്ട് ആ കോർണർ വരുന്ന സിനാരിയോയിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ ആ ബോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ അത് വിടുന്നുണ്ട്. ബട്ട് ആൾ പഞ്ച് ചെയ്യുന്നത് ക്ലിയർ ചെയ്യുന്നില്ല, മിസ്സാവുകയാണ്. അത് നേരെ ആഡംസിനെ കാലിലോട്ട് ആഡംസ് ഫിനിഷ് ചെയ്യാം. 2-1 ആക്കി. സെക്കൻഡ് ഹാഫ് 2-1 നിൽക്കുന്ന സിനാരിയോസിലും 1-1 ആക്കി. പിന്നീടാണ് ഈ സെക്കൻഡ് ഗോൾ എർലിംഗ് ഹാളൻഡ് സ്കോർ ചെയ്യുന്നത്. ഈ സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴേക്കും മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്തു. സിറ്റി ഡിഫൻസ് കുറച്ച് ഓപ്പൺ ആയിരുന്നു. ഇപ്പം നിക്കോ ഗോൺസാലസ് ഇപ്പം നന്നായിട്ട് കളിക്കുന്നുണ്ട്, പറയാതിരിക്കും സൂപ്പർ പെർഫോമൻസ് ആണ്. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും ദർ വെയർ മൊമെന്റ്സ്. സിറ്റി ഓഫ് ദ ബോൾ കോട്ടായത്. ഇപ്പം ഡിഫൻസീവ് ട്രാൻസിഷനിലോട്ട് വന്നപ്പോഴേക്കും സിറ്റി സ്പേസുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ബോൺമുത്ത് കുറച്ചുകൂടെ ക്ലിനിക്കൽ ആവാനേ കളിമാനാണ്. ഡൊണറൂമയുടെ സേവുകൾ വന്നു സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴേക്കും. സോ സിറ്റിക്ക് ഫ്ലോസ് ഉണ്ട്. ഓക്കെ, മൊമെന്റ്സിൽ അവരുടെ ഡിഫൻസ് സ്വിച്ച് ഓഫ് ആവാറുണ്ട്. അത് സിറ്റിയുടെ ഒരു പ്രോബ്ലം ആണ് ഇപ്പോഴും. പക്ഷേ അവർ കിട്ടുന്ന ചാൻസുകൾ ഇപ്പം കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡൊണറൂമ പോലത്തെ ഒരു ബീസ്റ്റ് ഇപ്പം ഗോളിയായിട്ടും ഉണ്ട്. അതൊരു ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
പക്ഷേ ഈ മൊമെൻറ്റ്സിൽ സ്ലീപ്പ് ചെയ്യുന്നത് സിറ്റി ഒഴിവാക്കിയില്ല, ചിലപ്പം പണിവാളും. അതുപോലെ തന്നെയാണ് ആ തേർഡ് ഗോൾ വന്ന സിനാരി. അവിടെ നിങ്ങൾക്ക് കാണാം ഫോളൻ്റെ കാലി ബോൾ കിട്ടുമ്പോഴേക്കും റണ്ണ് നടത്തുവാണ് എർലിംഗ് ഹാളണ്ട്. അവിടെ ആ സ്പേസ് ക്രിയേറ്റഡ് ആവുന്നു. അവിടെ നിക്കോ റെയിലിനോട്ട് ബോൾ ഫൈൻഡ് ചെയ്യുകയാണ്. നിക്കോ റെയിലി ബോളുമായിട്ട് ഫ്രണ്ടിലോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം ബോൾമത്ത് ഡിഫൻഡേഴ്സ് കൺഫ്യൂസ് ആണ്. ഹാളനെ പോയി പ്രസ് ചെയ്യണോ, ഹാളനിലോട്ടൊരു പാസിംഗ് ഓപ്ഷൻ ഓണാണ്. അങ്ങോട്ടേക്ക് പോയാൽ പുള്ളി എവിടുന്ന് വേണേലും ഫിനിഷ് ചെയ്യുമെന്ന് അറിയാം. സോ നിക്കോറയിലോട്ട് ആ പ്രസ് ചെയ്യാനായിട്ട് അവർക്കൊരു മടിയാണ്. നിക്കോറയിലേക്ക് കംഫർട്ടബിളി ഫ്രണ്ടിലോട്ട് കയറാൻ പറ്റുവാണ്. ഗോൾ അടിക്കുകയാണ്. അവിടെ ഈവൻ ദോ ഇൻഡയറക്ട്ലി ഹാളൻഡ് ഇൻവോൾവ് ആണ് ആ ഒരു ഗോൾ. ഹാളൻ്റെ പ്രസൻസ് ഡിഫൻഡേഴ്സിനെ കൺഫ്യൂസ് ആക്കുവാണ്. നിക്കോറയിലി മാൻ കിഡിലനായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഐറ്റോണിക്ക് ആ ലെഫ്റ്റ് ബാക്ക് റോളിലോട്ട് വരാൻ പറ്റുമോ എനിക്കറിയത്തില്ല. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ബെർണാഡോ സിൽവയുടെ മൂവ്മെൻറ്റ്സും ഇപ്പം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ബെർണാഡോ സിൽവ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് വൈഡിലോട്ടും മറ്റുമൊക്കെ ഇപ്പം സിറ്റി ഈസ് പ്ലേയിങ് വെൽ, വി നോ ബെർണാഡോ സിൽവ ഈസ് പ്ലേയിങ് വെൽ. ആ ഒരു സിനാരിയോ ആണ്. ഇപ്പം ബെർണാഡോ സിൽവയുടെ മൂവ്മെൻറ്റ്സ് എല്ലാം ടോപ്പാണ്. ഇപ്പം മത്തേസ് യൂണിവേഴ്സിനെ വെച്ച് പിച്ച് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ബെർണാഡോ സിൽവ ഡ്രോപ്പ് ചെയ്ത് തേർഡ് CB ആയിട്ട് അഥവാ തേർഡ് മാനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് ബിൽഡപ്പിൽ. കൂടാതെ ആളെ ലെഫ്റ്റിൽ കാണാം, റൈറ്റിൽ കാണാം, സെൻട്രലിൽ കാണാം. ചില സമയത്ത് ഹാളൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഹാളൻ്റെ സ്പേസിലോട്ട് റൺ എടുത്തുന്ന കാണാം. ചില സമയത്ത് നമ്പർ 6 ആണ് നിക്കോ ഗോൺസാലസ്. ചില സമയത്ത് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാം നിക്കോ ഗോൺസാലസിൻ്റെ പൊസിഷൻ വന്ന് ബെർണാഡോ നിൽക്കുന്നത്. സോ മൂവ്മെൻറ്റ്സ് നമുക്ക് ബെർണാഡോ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട്, വിച്ച് ഈസ് ഗുഡ് ടു സീ. സോ സിറ്റിക്ക് ഫ്ലോസ് ഉണ്ട്, പക്ഷേ ദേ ആർ വിന്നിങ് ദ മാച്ചസ്. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അവിടുന്ന് നമ്മൾ നേരെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗോട്ട് ആൻ്റണിയെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. കാരണം ഗോട്ട് ആൻ്റണി ഇന്നലെ 2 മാരക ഗോളും ഒരു അസിസ്റ്റും അടിക്കുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടു. മാൻ ആൻ്റണി ഈസ് ബാക്ക്, പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾക്കാണ് ഫസ്റ്റ് ഗോൾ, നിങ്ങൾക്കാണ് ആൻ്റണി തന്നെ ഗോളുമായിട്ട് വരുന്നു. ഹെക്ടർ ബെല്ലറിനായിട്ട് വന്നൊന്ന് കമ്പൈൻ ചെയ്യുന്നു, തിരിച്ച് ആൻ്റണിയിലോട്ട് കിട്ടുന്നു. ആൻഡ് ആൻ്റണിയുടെ ഒരു ഷോട്ട് ഔട്ട് സൈഡ് ദ ബോക്സ് 1-0. മാൻ അവിടെ നിന്ന് ഷോട്ട് എടുക്കുന്നു. നമ്മൾ ഈ ഒരു സാധനം ആൻ്റണി മാൻ ആൻഡ് സെക്കൻഡ് ഗോൾ അതിനേക്കാൾ അതും ആൻ്റണി തന്നെ പ്രീ അസിസ്റ്റ്. ആൻ്റണി ബോളുമായിട്ട് വരുന്നു, കമ്പൈൻ ചെയ്യുന്നു, ആൻഡ് ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു കേർലിംഗ് ഷോട്ട് 2-0. ആൻഡ് മൂന്നാമത്തെ ഗോളിന് ആൻ്റണിയാണ് അസിസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. ആള് കട്ട് ചെയ്യുന്നു, ആപ്ഡേ വന്ന് ഫിനിഷ് ചെയ്യുന്നൊരു സിനാരിയോ നമ്മളുണ്ട്. ആൻഡ് അണ്ണന് സിമ്പിൾ ടാപ്പിൻസോ മറ്റോ ഒന്നും പറ്റത്തില്ല. ഹാട്രിക് അടിക്കാൻ നല്ല അവസരം ഉണ്ടായി. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം ഗോൾ കീപ്പർ സേവ് ചെയ്യാണ് 1-on-1. നമുക്ക് ഔട്ട് സൈഡ് ദ ബോക്സ് ഗോളുകൾ മാത്രം നമ്മുടെ ഗോട്ടിന് മതി എന്നാണ്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ മാൻ, ആൻ്റണിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു കോൺഫിഡൻസ് ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടു. ലാസ്റ്റാണ് അതിന് മുമ്പത്തെ ആഴ്ചയാണ്, 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഇപ്പം ഫയർഡപ്പാണെന്നും പറയാതിരിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് റോമ വേഴ്സസ് മിലാൻ മാച്ചിൽ ഇന്നലെ 1-0 ഒരു വിക്ടറി മിലാൻ എടുത്തുകൊണ്ട് പോകുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടു. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം XGയുടെ കാര്യമൊക്കെ നോക്കുമ്പോൾ റോമയ്ക്ക് 2 പോയിൻറ്റ്, ഇവർക്ക് 3.4-നടുത്ത്. പക്ഷേ 6 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്ത് 5 മിലാൻ മിസ് ചെയ്തു. അപ്പുറത്ത് റോമയും ചാൻസുകൾ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഡിബാലയ്ക്ക് കിട്ടിയ ഒരു പെനൽറ്റി ആൾ മിസ് ചെയ്യുന്ന സിനാരിയോ ഉണ്ട്. മേ ബി അവിടെ 1-1 ആക്കായിരുന്നു. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം ഒരേ ഒരു ഗോളാണ് വന്നത്. ധാരാളം ചാൻസുകൾ 2 ടീമും ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് ഹാഫിൽ റോമ വെയർ ബെറ്റർ, ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ റോമ വെയർ ബെറ്റർ. പക്ഷേ പിന്നീട് മിലാൻ ഗെയിമിലോട്ട് വന്നു. അപ്പുറത്ത് റോമ ഇപ്പം ഗ്യാസ്പ്രീനി വിൽ ബി ഡിസപ്പോയിൻറ്റഡ് വിത്ത് ദ റിസൾട്ട്. പക്ഷെ മോർ ദാൻ ദാറ്റ് പല മൊമെൻറ്റ്സിലും മിലാൻ റോമയുടെ ഡിഫൻസിനെ ഓപ്പൺ ആക്കിയത് ബി സീസണിലെ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റേബിൾ ഡിഫൻസ് ആയിരുന്നു റോമയുടെ. അത് ഓപ്പൺ ആക്കിയതും മേ ബി വറി ഏൽപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം ഗ്യാസ്പെറീനിക്ക്. പക്ഷേ ഇവഞ്ച്വലി എത്താൻ ഒരു 1-0 വിക്ടറി ആയിട്ട് മിലാൻ പോവുകയാണ്. ആൻഡ് സിരിയ ടേബിൾ ഇപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. നാപ്പോളി ഫസ്റ്റ് ഉണ്ട്, പക്ഷേ തൊട്ട് പുറകെ നിൽക്കുന്ന 3 ടീമും മിലാനാണ്. 2 മിലാൻ ക്ലബ്ബുകളാണ്, റോമയൊക്കെ ആണെങ്കിലും ഓൾമോസ്റ്റ് സെയിം പോയിന്റ്സ് നിൽക്കുകയാണ്. സോ സിരിയ ആണ് നമ്മളിപ്പം അറിയുകയാണെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലീഗ്. ആരടിക്കുമെന്ന് പറയാൻ പറ്റാത്തൊരു ലീഗ്. ബാക്കി എല്ലായിടത്തും നമുക്കിപ്പോൾ ഒരു ചെറിയൊരു ക്ലിയർ ഫേവറേറ്റ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ മാച്ച് നടന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും.